ഹലോ, അങ്ങനെ നമ്മൾ കാത്തിരുന്ന ദിവസം വന്നു കേട്ടോ. ഇന്നാണ് നമ്മുടെ തറവാട്ട് അമ്പലത്തിലെ പൂജ നടക്കുന്ന ദിവസം. നമ്മുടെ അമ്പലത്തിലെ പൂജയുടെ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഇന്ന് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഇന്ന് നമ്മൾ കൂട്ടക്കാരും കുടുംബക്കാരും ഒക്കെ ഒത്തുകൂടുന്ന ദിവസമാണ് കേട്ടോ. കുറച്ച് പേരൊക്കെ രാവിലെ തന്നെ എത്തിയിട്ടുണ്ടായിരുന്നു, കുറച്ച് പേര് ഇനി വൈകുന്നേരം ആകുമ്പോഴേക്ക് വരുന്നുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇതെൻ്റെ മാമൻ്റെ വീടാണ് കേട്ടോ. ഈ വീടിൻ്റെ തൊട്ട് താഴെയാണ് നമ്മുടെ അമ്പലം. അമ്മയാണെങ്കിൽ രാവിലെ തന്നെ ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാനും ലോലൂസും ഉച്ചയ്ക്ക് ശേഷമാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. ഇന്ന് നമുക്ക് ഉച്ചയ്ക്കുള്ള ഫുഡൊക്കെ ഇവിടെ ആയിരുന്നു. അപ്പം ഞങ്ങൾ ഇവിടെ വന്നിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ. അങ്ങനെ നമ്മൾ വന്ന പാടെയുള്ള പരിപാടിയായിരുന്നു. അവരെല്ലാവരും കൂടെ ചക്കക്കൂട്ടാൻ ഉണ്ടാക്കാനുള്ള പുറപ്പാടിലായിരുന്നു കേട്ടോ. അങ്ങനെ ചക്കയൊക്കെ വെട്ടി ചക്കക്കൂട്ടാനൊക്കെ റെഡിയായി. ഞങ്ങളെല്ലാവരും കൂടെ ഇരുന്ന് ഒപ്പം ഭക്ഷണമൊക്കെ കഴിച്ചു. പിന്നെ നമ്മുടെ ബാക്കി പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. അങ്ങനെ സമയം ഒരു 3:30 ആയപ്പോൾ നമ്മൾ നെയ്യപ്പമൊക്കെ ചുടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ അമ്മായിമാരാണ് കേട്ടോ ചുടുന്നത്. നമുക്ക് വേറെ പരിപാടികൾ ഉണ്ടായിരുന്നു. നമ്മൾ അമ്പലത്തിൻ്റെ അവിടെ കുരുത്തോല കെട്ടലൊക്കെ ആയിരുന്നു നമ്മുടെ പരിപാടി കേട്ടോ. അപ്പോൾ അമ്മ അതേ സ്റ്റാർ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ഇതുപോലത്തെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന സംഭവം, അപ്പോൾ അതൊക്കെ നമ്മളിങ്ങനെ കയറൊക്കെ കെട്ടി തൂക്കുന്ന പരിപാടിയിലാണ് ഇപ്പോൾ. കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് കേട്ടോ നമ്മുടെ അമ്പലം ഇങ്ങനെ ഓല കൊണ്ടുള്ള അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ട് ഞാൻ കാണുന്നത്. പണ്ടൊക്കെ ഈ അമ്പലത്തിൽ പൂരം പോലെ തന്നെ പരിപാടി നടത്താറുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് അങ്ങനെ കുറഞ്ഞു വന്ന് കുടുംബക്കാർ മാത്രമായി മാറി. ഇതെൻ്റെ മാമനാണ് കേട്ടോ. മാമൻ ഇവിടെ അമ്പലത്തിൻ്റെ ഉള്ളിലുള്ള വാളും ഒക്കെ നന്നാക്കിക്കൊണ്ടിരിക്കുകയാണ്, മൂർച്ചം കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഈ മാമനാണ് കേട്ടോ ഇവിടെ കോമരം ആവാറുള്ളത്. അങ്ങനെ ദേ നമ്മുടെ പരിപാടികളൊക്കെ കഴിഞ്ഞു. ഇപ്പം എങ്ങനെയുണ്ട് കാണാൻ? നല്ല ഭംഗിയില്ലേ? ഇതൊക്കെ നമ്മൾ കുട്ടികളൊക്കെ ചെയ്തതാണ് കേട്ടോ. അങ്ങനെ അമ്പലത്തിൻ്റെ പരിപാടി കഴിഞ്ഞ് നേരെ നമ്മൾ കോഴി വെട്ടുന്ന സ്ഥലത്തേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മൊത്തം 7 കോഴികൾ ഉണ്ടായിരുന്നു കേട്ടോ, നാടൻ കോഴികൾ. പിന്നെ സാധാ കോഴിയും മേടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ദേ കോഴികൾ വെട്ടി നമ്മൾ ചൂടുവെള്ളത്തിലൊക്കെ മുക്കി ഇങ്ങനെ അതിൻ്റെ തൊപ്പയൊക്കെ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും കൂടിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ഒരു പരിപാടിക്ക്. സംഭവം ഇത് നമ്മൾ വെള്ളത്തിൽ മുക്കി അപ്പം തന്നെ ഇങ്ങനെ പറിച്ചുകൊണ്ടിരിക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ ഈ തോലൊന്നും നമുക്ക് കിട്ടൂല, ഈ തൂവൽ കിട്ടില്ല. അങ്ങനെ കോഴി വെട്ടലും നന്നാക്കലും ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോയി. എന്നിട്ട് കുളിയൊക്കെ കഴിഞ്ഞ് ഒരു 8:30 ആയപ്പോഴാണ് നമ്മൾ അമ്പലത്തിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ നമ്മുടെ പൂജയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അരിയും പൂവൊക്കെ ഇട്ട് തൊഴുതു. എന്നിട്ടൊരു സ്ഥലത്ത് മാറി നിന്നു. കോമര ഉണ്ടായിരുന്നു കേട്ടോ. ചിലർക്കൊക്കെ കൽപ്പനകളൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. കൽപ്പന കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ വെച്ചിട്ടുണ്ടായിരുന്ന സംഭവങ്ങളൊക്കെ നമുക്ക് അവിലും മലരും അതൊക്കെ ഇല്ലേ, അതൊക്കെ നമുക്ക് തരും. പിന്നെ നെയ്യപ്പം കൊയ്യിറച്ചിയൊക്കെ ഉണ്ടായിരുന്നു. അതും നമുക്ക് എല്ലാവർക്കും, അത് പ്രസാദമല്ല, അപ്പോൾ എല്ലാവർക്കും കുറച്ച് കൊടുക്കും. അത് കഴിഞ്ഞ് നമ്മൾ നേരെ വീട്ടിലേക്ക്, മേലത്തെ മാമൻ്റെ വീട്ടിലേക്ക് പോയി. പിന്നെ അവിടെ നമ്മൾ നെയ്യപ്പം കോഴിയിറച്ചിയും നാടൻ കോഴി കറിയൊക്കെ കൂട്ടി നന്നായിട്ട് കഴിച്ചു കേട്ടോ. പിന്നെ ചോറുണ്ടായിരുന്നു, ചോറ് വേണ്ടവർക്ക് ചോറ് കഴിക്കാം. അങ്ങനെ അതൊക്കെ കഴിച്ചിരുന്ന് സമയം പോയതറിഞ്ഞില്ല. ഇന്നലെ നമ്മൾ 1:30 കേട്ടോ അവിടുന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. ചിലരൊക്കെ നൈറ്റ് ഡ്രൈവ് എന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവർ വന്ന് പിന്നെയാണ് നമ്മൾ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.